ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് ഇ-കോം ഷിപ്മെന്റ് പ്രൊവൈഡർ ഏതാണ്? ഇന്ത്യയിൽ നമുക്ക് ഷിപ്മെന്റ് പ്രൊവൈഡേഴ്സിന്റെ കേസ് നോക്കുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് ഒരു ഇന്ത്യ പോസ്റ്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യ പോസ്റ്റ് നമുക്കൊരു നല്ലൊരു ഓപ്ഷനാണ്. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് കൊറിയേഴ്സ്, ഇപ്പോൾ ഡെലിവറി എക്സ്പ്രസ് ഫീസ് പോലെയുള്ള പ്രൈവറ്റ് കൊറിയേഴ്സ് ഉണ്ട്. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ നമുക്ക് അഗ്രിഗേറ്റേഴ്സ് യൂസ് ചെയ്യാം. അഗ്രിഗേറ്റേഴ്സ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ കൊറിയറിനെ കമ്പൈൻ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസ്. ഇപ്പോൾ അങ്ങനെയുള്ള അഗ്രിഗേറ്റേഴ്സിന്റെ എക്സാമ്പിൾ ഇപ്പോൾ ഷിപ്പ് റോക്കറ്റ്, ഐ തിങ്ക് ലോജിസ്റ്റിക്സ്, അങ്ങനെയൊക്കെയുള്ള ഒരു കമ്പനീസും ഉണ്ട്. ഇപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻസ് ഇന്ത്യയിൽ നമുക്ക് ഈ ഇ-കോമേഴ്സ് ചെയ്യാനുള്ള, ഇ-കോമേഴ്സ് ഷിപ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഇപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഓരോ പ്ലാറ്റ്ഫോംസിലും അതിൻ്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റത്തെ ഇന്ത്യ പോസ്റ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യ പോസ്റ്റിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഇന്ത്യ പോസ്റ്റിന്റെ ഒരു അവൈലബിലിറ്റി, അവരുടെ ഒരു ഷിപ്മെന്റ് അല്ലെങ്കിൽ ഡെലിവറി അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഹ്യൂജ് ആണ്. ഇപ്പോൾ ഇന്ത്യയിലെ ഏത് പോയിന്റിലും പിൻകോഡ്സിലും നമുക്ക് പ്രോഡക്ട്സ് ഡിസ്പാച്ച് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇന്ത്യ പോസ്റ്റ് തരുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല അതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് ലോവസ്റ്റ് കോസ്റ്റ് ആണ്. ഈ പ്രൈവറ്റ് കൊറിയേഴ്സ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യ പോസ്റ്റിൻ്റെത് ലോവസ്റ്റ് കോസ്റ്റ് ആണ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പ്രൈവറ്റ് കൊറിയേഴ്സിനെക്കാളും നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 20% എങ്കിലും ഇന്ത്യ പോസ്റ്റിന്റെ ഈ ഒരു ഷിപ്മെന്റ് കോസ്റ്റ് കുറവാണ്. പിന്നെ ഇന്ത്യ പോസ്റ്റിന് വേറൊരു അഡ്വാൻറ്റേജ് ഓളിമെട്രിക് വെയിറ്റ് ഇല്ല. ഇപ്പോൾ നമുക്കിപ്പോൾ ഓളിമെട്രിക് വെയിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു ഷിപ്മെന്റ് എടുക്കുകയാണ്, അപ്പോൾ അതിന്റെ ഫിസിക്കൽ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 500 ഗ്രാം ആണെങ്കിൽ, പക്ഷെ അത് പാക്ക് ചെയ്ത് വരുമ്പോൾ കുറച്ചുകൂടെ വലിയൊരു ബോക്സിലാണ് വരുന്നത്. ഇപ്പോൾ ഈ പ്രൈവറ്റ് കൊറിയേഴ്സ് എല്ലാം, ഇന്ത്യയിലുള്ള പ്രൈവറ്റ് കൊറിയേഴ്സ് എല്ലാം ഈ ഓളിമെട്രിക് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും മിക്ക കൊറിയേഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബെർത്ത് ഇൻറ്റു ഹൈറ്റ് ഡിവൈഡഡ് ബൈ 5000, അത് കിട്ടുന്ന ഒരു എമൗണ്ട്, ഒരു നമ്പർ ആയിരിക്കും ആ ഒരു വെയിറ്റ് ആയിട്ട്, ഒരു ഗ്രാം ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഓളിമെട്രിക് വെയിറ്റ് ഇന്ത്യ പോസ്റ്റിനകത്തില്ല. ഈവൻ ചെറിയ ഷിപ്മെന്റ്സിനൊന്നും ഇല്ല. വലിയ ഷിപ്മെന്റ്സിനുണ്ടോ എന്ന് അറിയത്തില്ല, ചെറിയ ഷിപ്മെന്റ്സിനൊന്നും ഇല്ല. അപ്പോൾ അത് നമുക്ക് ഇ-കോമേഴ്സ്, എസ്പെഷ്യലി നമ്മൾ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോംസിൽ നമ്മൾ ചെയ്യുന്ന 500 ഗ്രാം 1 kg ഒക്കെ ഒരു പാക്കേജസിന് ഓളിമെട്രിക് വെയിറ്റ് ഇല്ലാതെ നമുക്ക് അയക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് അഡ്വാൻറ്റേജസ് ഇന്ത്യ പോസ്റ്റിനുണ്ട്. പിന്നെ ഇന്ത്യ പോസ്റ്റിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ഓട്ടോമേഷൻ പ്രോസസ്സിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻസോ അങ്ങനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഇന്ത്യ പോസ്റ്റിന് ഇല്ല. നമുക്ക് APIs ഒക്കെ ഇന്ത്യ പോസ്റ്റ് തരുന്നുണ്ടെങ്കിലും ആക്ച്വലി അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഷോപ്പിഫൈ പോലെയുള്ള പ്ലാറ്റ്ഫോംസിലൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് സോഫ്റ്റ്വെയർസ് ഉണ്ട്, ബട്ട് അത് ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല ഡയറക്റ്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ ഇന്ത്യ പോസ്റ്റിന് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഒരു CODയുടെ, നമുക്കിവിടെ COD ആണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഇന്ത്യയിൽ നമുക്കിപ്പോൾ ഒരു ഷിപ്മെന്റ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ COD നമുക്ക് ഓൺ ചെയ്തേ പറ്റൂ. അപ്പോൾ CODയുടെ കേസ് വരുമ്പോൾ ഇന്ത്യ പോസ്റ്റിന്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് ബാക്ക്വേർഡായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം CODയുടെ ഓപ്ഷൻ വരുമ്പോൾ നമ്മൾ ഈ ഇന്ത്യ പോസ്റ്റിനകത്ത് നമുക്ക് കിട്ടുന്ന റെമിറ്റൻസിന്റെ ഒക്കെ ഒരു പ്രശ്നമുണ്ട്. മാത്രമല്ല ഈ COD ബുക്ക് ചെയ്യാനും നമ്മൾ ഇപ്പോൾ ഓരോ ഈ ഇന്ത്യ പോസ്റ്റിന്റെ ബിസിനസ് പാർസൽ സെന്ററിൽ പോയി തന്നെ ബുക്ക് ചെയ്യണം. അപ്പോൾ അവരുടെ പിക്കപ്പ് ഫെസിലിറ്റി അതൊക്കെ ഭയങ്കര ബോറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇന്ത്യ പോസ്റ്റ് ചെയ്ത ഒരു ഇതിലാണ് ഞാൻ പറയുന്നത്. നമുക്ക് ചെറിയ പാർട്സസ് ഇപ്പോൾ അതിൻ്റെ ഒരു 10 പാർട്സസുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യ പോസ്റ്റിന്റെ ബിസിനസ് പാർസൽ സെന്ററിൽ BPCയിൽ പോയിട്ട് നമ്മളത് ബുക്ക് ചെയ്യണം. പിന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഓട്ടോമേഷൻസ്, ഇപ്പോൾ ഇന്ത്യ പോസ്റ്റിന്റെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്ലിപ്പ് ഒക്കെ നമ്മൾ മാനുവലി അതിനകത്ത് ഫിക്സ് ചെയ്തിട്ട് അതിനെ ഒരു ഓട്ടോമേഷൻസ് ഒന്നും ഇല്ലാതെ നമ്മൾ മാനുവലി തന്നെ സ്കാൻ ചെയ്ത് നമ്മളെ കസ്റ്റമറിന് ട്രാക്കിംഗ് നമ്പറൊക്കെ അയച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ വൺസ് COD റെമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് നമുക്ക് ബാങ്കിലൊന്നും റെമിറ്റ് ആവില്ല. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയി ഒരു BPCയുടെ അവിടെ നിന്ന് ചെക്കൊക്കെ വാങ്ങണം. പിന്നീട് ഒരു CODയുടെ കേസ് വരുമ്പോൾ RTO വരുന്നത് നമ്മളുടെ ഏറ്റവും അടുത്തുള്ള ഒരു പോസ്റ്റ് ഓഫീസ് അഡ്രസ്സ് ആയിരിക്കാം നമുക്ക് RTO കൊടുക്കേണ്ടത്. മീൻസ് അല്ലെങ്കിൽ നമ്മളെ ബിസിനസ് രജിസ്റ്റർ ചെയ്ത ആ ഒരു പിൻകോഡിലുള്ള അഡ്രസ്സിലുള്ള പോസ്റ്റ് ഓഫീസിലായിരിക്കും RTO വരുന്നത്. അപ്പോൾ RTO വരുന്നതെല്ലാം നമ്മൾ അവിടെ പോയി ചെന്ന് കളക്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനെ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ വെയർ ഹൗസിലോട്ട് ഇന്ത്യ പോസ്റ്റ് ഒരിക്കലും കൊണ്ടുവരത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രോസസ്സ്, ഒരു മാനുവൽ പ്രോസസ്സ് ഇന്ത്യ പോസ്റ്റ് കൂടുതലാണ്. ഇപ്പോൾ ഇന്ത്യ പോസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്, നമുക്ക് പ്രീപെയ്ഡ് ഓർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ത്യ പോസ്റ്റ് ബെസ്റ്റ് ആണ്. നമുക്ക് വളരെ ചെറിയൊരു എമൗണ്ടിൽ
സ്പീഡിൽ നമുക്ക് ഇന്ത്യ പോസ്റ്റിൽ ഷിപ്പ് ചെയ്യാൻ പറ്റും പ്രീപെയ്ഡ് ഓർഡേഴ്സ്. ഈവൻ ഒരു മെട്രോ സിറ്റീസ് ഒക്കെ ആണെങ്കിൽ 1 to 2 ഡേയ്സിനകത്ത് തന്നെ നമുക്ക് ഇപ്പോൾ കേരളത്തിൽ നിന്ന് നമുക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എത്തിക്കാൻ പറ്റും. പിന്നെ പാർസൽ വളരെ സേഫ് ആയിട്ടൊക്കെ എത്തും. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ CODയുടെ കേസ് വരുമ്പോൾ ഇന്ത്യ പോസ്റ്റ് കുറച്ച് ബോറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. അവരുടെ ആ ഒരു ഓട്ടോമേഷൻ ഫ്ലോ അല്ലെങ്കിൽ അവരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിൻ്റെ ഒക്കെ ഒരു ബഗ്, ആ കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ഇനി ഒരു ഇൻഡിവിജ്വൽ കൊറിയറിന്റെ കേസ് നോക്കാം. ഇപ്പോൾ ഇൻഡിവിജ്വൽ കൊറിയറിൽ നമ്മൾ നോക്കുമ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡെലിവറി, എക്സ്പ്രസ് പീസ്, ഇങ്ങനെയൊക്കെയുള്ള ബ്ലൂ ഡാർട്ട്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കമ്പനീസ് ഉണ്ട്. ഇപ്പോൾ ഇവരുടെ കേസ് നോക്കുകയാണെങ്കിൽ അവരുടെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഡയറക്റ്റ് ആയിട്ട് അവരുടെ ഒരു നമ്മൾ അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ബെസ്റ്റ് റേറ്റ്സ് ആണ്. നമുക്ക് നല്ല ബെസ്റ്റ് റേറ്റ്സ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഡെലിവറി മാത്രമാണ് ഡയറക്റ്റ് ആയിട്ട് അവരുടെ ഒരു സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡെലിവറി 1 എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ബാക്കി ബ്ലൂ ഡാർട്ട് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ, ബ്ലൂ ഡാർട്ട്, എക്സ്പ്രസ് പീസ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ അത് തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്തേ നമുക്ക് ഇപ്പോൾ ഷോപ്പിഫൈ പോലെയുള്ള പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ WooCommerce പോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഡെലിവറിക്കാണെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ആപ്പ് തന്നെയുണ്ട്. നമുക്കത് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ ഓർഡേഴ്സ് എല്ലാം സിൻക്രണൈസ് ചെയ്ത് നമുക്കത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ഇന്ത്യ പോസ്റ്റിലും ഈ ഒരു സോഫ്റ്റ്വെയർ ആണ് നമുക്ക് അവിടെ ലാക്കായിട്ട് നിൽക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു ഓർഡർ സിൻക്രണൈസേഷൻ ചെയ്ത് നമുക്ക് ഓർഡർ വരുന്ന ഓർഡേഴ്സിനെ ഫുൾഫിൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കസ്റ്റമേഴ്സിന് നോട്ടിഫിക്കേഷൻസും അതൊന്നും കൊടുക്കാൻ ഇന്ത്യ പോസ്റ്റിൽ പറ്റില്ല. പക്ഷേ ഈ ഡെലിവറി പോലെയുള്ള പ്ലാറ്റ്ഫോം ഡെലിവറി 1 വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അവർക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാവും. ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഷോപ്പിഫൈ ആണെങ്കിൽ ഷോപ്പിഫൈയിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ആപ്പ് ഉണ്ടാവും. അപ്പോൾ അതുവഴി സിൻക്രണൈസ് ചെയ്ത് വളരെ സീംലെസ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് നമ്മുടെ ഓർഡേഴ്സ് നമുക്ക് ഫുൾഫിൽ ചെയ്യാം. അതോടൊപ്പം തന്നെ വൺസ് ഓർഡേഴ്സ് ഷിപ്മെന്റ് ആയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് കസ്റ്റമേഴ്സിന് ഫുൾഫിൽമെന്റ് മെസ്സേജസും നമ്മളുടെ പോർട്ടലിൽ അത് ഫുൾഫിൽ ആവുകയും ചെയ്യും. വിത്ത് ട്രാക്കിംഗ് നമ്പർ വരെ അപ്ഡേറ്റ് ആവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റീസ് തരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഡെലിവറി മാത്രമാണ് അവർക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പോർട്ടൽ ഉള്ളത്. ബാക്കിയുള്ള ഷിപ്മെന്റ്സിലൊന്നും ഡയറക്റ്റ് പോർട്ടൽ ഇല്ല. വേറെ തേർഡ് പാർട്ടി ആപ്സിൽ നമ്മൾ ഉപയോഗിക്കണം. പിന്നെ ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ്ലി ഒരു കൊറിയറുമായിട്ട് നമ്മൾ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. ഇത് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഡെലിവറി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഡെലിവറിക്ക് സ്ട്രോങ് ഏരിയാസും ഉണ്ട്, വീക്ക് ഏരിയാസും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി ചില സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ നമുക്ക് അവരുടെ ഓൺ സ്റ്റാഫ് തന്നെ ഉണ്ടാവും. അവിടെ നല്ല രീതിയിൽ അവർ ഡെലിവറി ചെയ്യും. പക്ഷെ എന്നാൽ ഇന്ത്യയിലെ ചില പാർട്സുകളിൽ, ചില ഏരിയകളിൽ അവരുടെ ചിലപ്പോൾ ഔട്ട്സോഴ്സിങ് ആയിരിക്കും. അപ്പോൾ അവിടെയൊക്കെ അവരുടെ ഡെലിവറി ഏരിയ കംപ്ലീറ്റ് ആ ഒരു പ്രോസസ്സ് തന്നെ ചിലപ്പോൾ ഭയങ്കര സ്ലോ ആയിരിക്കും, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് സർവീസ് കാണത്തില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു ഡെലിവറി പാർട്ട്ണർ മാത്രമാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഷിപ്മെന്റ്സ് ഓൾ ഓവർ ഇന്ത്യ നിങ്ങൾ ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഷിപ്മെന്റ്സ് വരുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജസ് വരുന്നത്. പിന്നീട് വരുന്ന ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഡെലിവറി 1 കേസ് വരികയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള അതിൻ്റെ സോഫ്റ്റ്വെയർസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതിൻ്റെ NDRs, RTO, പിന്നെ അങ്ങനെയൊക്കെയുള്ള പാനലൊക്കെ കുറച്ച് ബോറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഡെലിവറി 1. പിന്നെ വേറൊരു കേസ് വരുമ്പോൾ കസ്റ്റമർ സപ്പോർട്ടിൻ്റെ കാര്യം. ഇപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ ഒരു കൊറിയറിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഡയറക്റ്റ് ആയിട്ടൊരു കൊറിയറാണ് എടുത്തിട്ടുള്ളത്, ഇപ്പോൾ ഡെലിവറി പോലെയുള്ള കൊറിയറാണ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ കസ്റ്റമർ സപ്പോർട്ട് കിട്ടാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിപ്പോൾ ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് അവരുടെ ഒരു കംപ്ലൈൻ്റ് ഒക്കെ എസ്കലേറ്റ് ചെയ്താൽ ചിലപ്പോൾ 24 hours പ്ലസ് എടുക്കും അതിൻ്റെ റിപ്ലൈ ഒക്കെ കിട്ടാൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നം നമ്മൾ ഡയറക്റ്റ് ആയിട്ടൊരു കൊറിയർ എടുക്കുമ്പോൾ, ഡെലിവറി പോലെയുള്ള ഡയറക്റ്റ് ആയിട്ടൊരു കൊറിയർ എടുക്കുമ്പോൾ ഉള്ള ഒരു ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. കാരണം അവർക്ക് ഒരുപാട് ക്വയറീസ് ഇങ്ങനെ വരുന്നുണ്ടാവും. മേ ബി നമ്മളൊക്കെ ഒരു ചെറിയ ക്ലയൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഡെയിലി നമ്മൾ ഒരു 50 to 100 ഓർഡേഴ്സ് ഒക്കെ നമ്മൾ ഷിപ്മെന്റ് ചെയ്താൽ അവരുടെ സംബന്ധിച്ചിടത്തോളം അത് ചെറിയ ക്ലയൻ്റ് ആണ്. കാരണം അവർ തൗസൻഡ്സ് ഓഫ് ഓർഡേഴ്സ് ഡെയിലി പ്രോസസ് ചെയ്യുന്ന ക്ലയൻറ്റ്സ് വേറെ ഉണ്ടാവും. അപ്പോൾ നമ്മളൊക്കെ ഈ ഒരു ചെറിയ ക്ലയൻറ്റിൻ്റെ ഒക്കെ ചിലപ്പോൾ ഒരു ഷിപ്മെന്റ്സ് ഒക്കെ ചിലപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞൊക്കെ അവർ റിപ്ലൈ ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസൊക്കെ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. ഇനി ഈ ഒരു വേറൊരു ഡിസ്അഡ്വാൻറ്റേജസ് ഉള്ളത് വോളിമെട്രിക് വെയിറ്റ് ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കൊറിയേഴ്സ് എടുക്കുമ്പോൾ, പ്രൈവറ്റ് കൊറിയേഴ്സ് എടുക്കുമ്പോഴുള്ള ഏറ്റവും വലിയൊരു ഡിസ്അഡ്വാൻറ്റേജസ് ആണ് വോളിമെട്രിക് വെയിറ്റ്. വോളിമെട്രിക് വെയിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഫിസിക്കൽ വെയിറ്റ് ഇല്ലാതെ ഈ ബോക്സിന്റെ ഒരു ഡയമെൻഷൻസ് നോക്കിയിട്ടാണ് ആ വോളിമെട്രിക് വെയിറ്റ് ഷിപ്മെന്റ് കമ്പനീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് മെയിൻലി ഒരു ഹ്യൂമൻ ഒരു മാനുവൽ കാൽക്കുലേഷൻ അല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്ന പ്രോഡക്ട്സുകൾ
ഇത് ഇവരുടെ പിക്കപ്പ് ചെയ്ത് ഇവരുടെ ഒരു വെയർ ഹൗസിലോട്ട് കൊണ്ടുപോയിട്ട് ഹബിൽ പോയിട്ട് ഒരു സ്കാനർ മെഷീനിലോട്ട് അത് പ്ലേസ് ചെയ്യും. അപ്പോൾ സ്കാനർ മെഷീൻ സ്കാൻ ചെയ്താണ് ഈ വോളിയോമെട്രിക് വെയിറ്റ് എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള പ്രൈവറ്റ് കൊറിയേഴ്സ് എല്ലാം ഇപ്പോൾ ഒരു 500 ഗ്രാമിന് നമ്മൾ 500 ഗ്രാമിനാണ് നമ്മൾ പാർസൽ ബുക്ക് ചെയ്ത് അയക്കുകയാണെങ്കിൽ ഈ വോളിയോമെട്രിക് വെയിറ്റ് ഒരു 2 or 3 സെന്റിമീറ്റർ കൂടിയാൽ പോലും ചിലപ്പോൾ അത് അവർ 500 ഗ്രാമിൽ നിന്ന് മാറ്റി 1 kg അല്ലെങ്കിൽ 1.5 kg ലൈഫിലോട്ടൊക്കെ അവർ ഇടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കുന്ന പ്രൈസിനേക്കാൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 30-40% ചിലപ്പോൾ നമ്മൾ അഡീഷണൽ കോസ്റ്റ് കൊടുക്കേണ്ടി വരും ആ വോളിയോമെട്രിക് വെയിറ്റ് പോവുകയാണെങ്കിൽ. അപ്പോൾ അതിനെ ഷിപ്മെന്റ് ഡിസ്പ്യൂട്ട് എന്ന് പറയും. അപ്പോൾ ഷിപ്മെന്റ് ഡിസ്പ്യൂട്ടിനെ കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ ഒരു വോളിയോമെട്രിക് വെയിറ്റ് ഈ രീതിയിൽ ഈ കൊറിയർ കമ്പനീസ് ചാർജ് ചെയ്യുന്നുണ്ട്. അത് ഈ നിങ്ങൾ ഇൻഡിവിജ്വൽ കൊറിയേഴ്സ് എടുത്താലും ഏത് കൊറിയർ എടുത്താലും മിക്ക കൊറിയേഴ്സും ആ ഒരു ഡിസ്പ്യൂട്ട്സ് ഇങ്ങനെ ചാർജ് ചെയ്യും. അതും ഇതിനൊരു ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. ഇനി മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് അഗ്രിഗേറ്റേഴ്സ്. ഇപ്പോൾ അഗ്രിഗേറ്റേഴ്സിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഷിപ്പ് റോക്കറ്റ്, ഐ തിങ്ക് ലോജിസ്റ്റിക്സ്, ഇങ്ങനെയൊക്കെയുള്ള കമ്പനീസ് ഉണ്ട്. ഇപ്പോൾ ഇവർ ചെയ്യുന്ന ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓരോരോ കൊറിയർ കമ്പനീസുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ആ കൊറിയർ കമ്പനീസിനെ ഇവരുടെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ട് ഒരു കമ്പൈൻഡ് ഒരു ഫോമിലാക്കും. അവിടെ നിന്ന് യൂസേഴ്സിന് ഏത് കൊറിയേഴ്സ് വേണോ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ കൊടുക്കും. ഇപ്പോൾ എക്സാക്ട്ലി പറഞ്ഞാൽ ഈ അഗ്രിഗേറ്റേഴ്സ് ചെയ്യുന്നത് ഒരു റീസെല്ലിംഗ് കൈൻഡ് ഓഫ് ഒരു മോഡലാണ്. ഇപ്പോൾ അവർ കൊറിയർ കമ്പനീസിൻ്റെ ഇന്ന് ഒരു ഓരോ പാക്കേജസിനും ഇപ്പോൾ 500 ഗ്രാമിന് 1 kg ഒരു റേറ്റ് പറഞ്ഞ് അവർ എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഒരു റേറ്റ് ഒരു 500 ഗ്രാമിന് ഇപ്പോൾ ഡെലിവറി ചെയ്യുന്ന ഒരു അഗ്രിഗേറ്റർ എടുക്കുന്നത് ഒരു 50 റുപ്പീസിനാണെങ്കിൽ ആ 50 റുപ്പീസിന്റെ കോസ്റ്റ് അവരെടുത്തിട്ട് നമുക്കൊരു 70 റുപ്പീസിന് അവർ തരും. അവരുടെ ഒരു മാർജിനും കൂടെ ഇട്ട് തരും. അങ്ങനെയാണ് അഗ്രിഗേറ്റേഴ്സ് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ അഗ്രിഗേറ്റേഴ്സ് മെയിനായിട്ട് നല്ല വലിയ അഗ്രിഗേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് ഫെസിലിറ്റീസ് തരുന്ന അഗ്രിഗേറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ അഗ്രിഗേറ്റേഴ്സിന്റെ ഒരു പോസിറ്റീവ് തന്നെ നമുക്ക് പറയാമെങ്കിൽ ഇവർ തരുന്ന ഒരു ഫെസിലിറ്റി തന്നെയാണ് അതിന്റെ ഒരു ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഷിപ്പ് റോക്കറ്റ് എക്സാമ്പിൾ ഷിപ്പ് റോക്കറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഷിപ്പ് റോക്കറ്റിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ ആക്ച്വലി ഷിപ്പ് റോക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് സർവീസസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൾട്ടിപ്പിൾ കൊറിയേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യും. അവർ തന്നെ നമുക്ക് ഈ ഇന്ന് ഒരു 3PL വെയർ ഹൗസസ് പോലെയുള്ള സർവീസസ് ഉണ്ട്. പിന്നെ ഇവരുടെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇന്റർനാഷണൽ ഷിപ്മെന്റ്സ് ചെയ്യാനുള്ള സർവീസസ് ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ മൾട്ടിപ്പിൾ സർവീസസ് അവർ പ്രൊവൈഡ് ചെയ്യും. അതൊരു എന്താ പറയുക, ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് ഏത് സർവീസ് വേണോ എടുക്കാം എന്നുള്ള രീതിയിലാണ് ഈ അഗ്രിഗേറ്റേഴ്സ് ഇന്ന് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ അഗ്രിഗേറ്റേഴ്സിൽ കൊടുക്കുമ്പോൾ ഉള്ള വേറൊരു അഡ്വാൻറ്റേജ്, ഇപ്പോൾ നമുക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇൻഡിവിജ്വൽ കൊറിയേഴ്സിനുള്ള ലിമിറ്റേഷൻസ് നമുക്ക് ഏറെക്കുറെ നമുക്ക് ഇവിടെ ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു സൈഡിൽ നമ്മളിപ്പോൾ ഡെലിവറിയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സൗത്ത് ഇന്ത്യ റീജിയനിൽ നമ്മൾ ഡെലിവറിയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ അപ്പോൾ നോർത്ത് സൈഡ് അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും മെട്രോസിലോട്ട് നമുക്ക് ഫാസ്റ്റായിട്ട് ഷിപ്പ് ചെയ്യണം. അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്ക് ബ്ലൂ ഡാർട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കൊറിയേഴ്സ് ഫാസ്റ്റായിട്ട് പോകുന്ന ഏതെങ്കിലും ഷിപ്മെന്റ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു അഗ്രിഗേറ്ററിനകത്ത് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഓപ്ഷൻ നമുക്ക് കിട്ടും. മാത്രമല്ല അവരൊരു കമ്പാരിസണും കാണിക്കും. ഈ ഏരിയയിലോട്ട് ഈ ഷിപ്മെന്റ് എത്ര കോസ്റ്റ്, ഈ ഷിപ്മെന്റ് എത്ര കോസ്റ്റ് എന്നുള്ള കമ്പാരിസൺസും കാണിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വാസ്റ്റ് റേഞ്ച് ഓഫ് ഒരു കമ്പാരിസൺ നമുക്ക് അവിടെ അഗ്രിഗേറ്റേഴ്സിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ അഡീഷണൽ ആയിട്ടുള്ള സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് അവരുടെ ഒരു പോസിറ്റീവായിട്ട് പറയാനുള്ളത്. പിന്നെ ഒരു പോസിറ്റീവായിട്ട് അഗ്രിഗേറ്റേഴ്സിന് പറയാനുള്ളത് ഇവരുടെ സർവീസസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഇൻഡിവിജ്വൽ ഷിപ്മെന്റ്സിൽ പോവുകയാണെങ്കിൽ ആക്ച്വലി അവർ ഈ വലിയ വോളിയം ക്ലയൻസ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ സർവീസസ് അവർക്ക് അത്ര ഫാസ്റ്റായിട്ട് ഈ ചെറിയ ക്ലയൻസിനെ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അഗ്രിഗേറ്റേഴ്സ് വരുമ്പോൾ അവർക്ക് ഈ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സപ്പോർട്ട്സ് വെച്ചിട്ടുണ്ട്. മേ ബി നമ്മളിപ്പോൾ ഒരു 50+ ഓർഡേഴ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് അവരൊരു റിലേഷൻഷിപ്പ് മാനേജറൊക്കെ അസൈൻ ചെയ്ത് തരും. അപ്പോൾ നമുക്ക് എന്ത് ക്വയറീസ് ഉണ്ടെങ്കിലും അവരുടെ അടുത്ത് ചോദിക്കാം. ഇവർക്ക് ഡയറക്റ്റ് ആയിട്ട് കൊറിയേഴ്സുമായിട്ടുള്ള വേറൊരു ചാനൽ ചിലപ്പോൾ ഒരു ടൈപ്പ് ഉണ്ടാവും. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോകുന്നതല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഈ അഗ്രിഗേറ്റേഴ്സിന് ഒരു ടൈപ്പ് ഉണ്ടാവും, ഒരു സപ്പോർട്ട് ടൈപ്പ് ഉണ്ടാവും. അതെന്ന് പറയുന്നത് ഇവർ ഡയറക്റ്റ് ആയിട്ട് അവരെ ഫ്രാഞ്ചൈസി എടുത്തേക്കുന്നവരാണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അവർക്ക് വേറൊരു ചാനൽ ഒരു സപ്പോർട്ട് ചോദിക്കാനുള്ള ടൈപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ എന്തെങ്കിലും ക്വയറീസ് നമ്മൾ അഗ്രിഗേറ്റേഴ്സിന്റെ സപ്പോർട്ട് ടീമിന്റെ അടുത്ത് പറയുകയാണെങ്കിൽ ആ ടീം ഫാസ്റ്റായിട്ട് ഈ കൊറിയർ ടീമുമായിട്ട് ഫോർവേഡ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു അഗ്രിഗേറ്റേഴ്സ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇവരുടെ പോസിറ്റീവായിട്ട് പറയാം. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. പിന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് മിക്ക അഗ്രിഗേറ്റേഴ്സിന്റെയും ആ ഒരു പാനൽ യൂസർ ഫ്രണ്ട്ലി ആണ്. ഇപ്പോൾ എസ്പെഷ്യലി ഷോപ്പിഫൈ പോലെയുള്ള പ്ലാറ്റ്ഫോംസുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വളരെ സീംലെസ്ലി കണക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആപ്പ് ഉണ്ടാവും.
പിന്നീട് ഇവരുടെ ആ പാനൽ തന്നെ നമ്മൾ നോക്കിയാൽ തന്നെ ഫോർ എക്സാമ്പിൾ ഷിപ്പ് ബ്രോക്കേഴ്സിന്റെ ഒക്കെ പാനൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ സ്മൂത്ത് ആണ്. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ കാണുമ്പോൾ തന്നെ എല്ലാം മനസ്സിലാവും. എല്ലാം അവർ ഗ്രാഫിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിട്ടും ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ടും പിന്നീട് ഈ ചാർട്ട് റെപ്രസെന്റേഷൻ ആയിട്ടൊക്കെ നമുക്ക് ആർ ടി ഒയുടെ കാര്യങ്ങളും നമ്മളെ ഷിപ്മെന്റ്സിന്റെ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് അതിനകത്ത് കാണിച്ചു തരും. അപ്പോൾ അതിന്റെ യു ഒക്കെ നല്ല കാണാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ അതൊക്കെ അവരുടെ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു അഗ്രിഗേറ്റേഴ്സിന്റെ ഒരു അഡ്വാൻറ്റേജ്, ഒരു പോസിറ്റീവ് സൈഡ് പറയാനുള്ളത്. ഇതിന്റെ നെഗറ്റീവ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് സൈഡ് ഞാൻ കണ്ടിട്ടുള്ളത് ഷിപ്മെന്റിന്റെ പ്രൈസസ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡെലിവറിയിൽ കൊടുക്കുന്ന ഒരു പ്രൈസ് ആക്ച്വലി ഇവിടെ അഗ്രിഗേറ്റേഴ്സ് വഴി ചെയ്യുമ്പോൾ മേ ബി ഒരു 20% ഹയർ ആയിരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഒരു റീസെല്ലേഴ്സ് ആണ് മെയിൻലി. അപ്പോൾ അവർ എടുത്തിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ വില കൂട്ടി നമുക്ക് തരുന്നതാണ്. അപ്പോൾ അതൊരു പ്രൈസ് കുറച്ചുകൂടെ ഹൈ ആയിരിക്കും നമ്മൾ അവരായിട്ട് പോകുമ്പോൾ. പിന്നെ വേറെ ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഇതിന്റെ ഡിസ്പ്യൂട്ട്സ് ആണ്. ഇപ്പോൾ ഡിസ്പ്യൂട്ട്സ് നമ്മളിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ വെയിറ്റ് ഡിസ്പ്യൂട്ട്സുകൾ ഇപ്പോൾ ഡയറക്റ്റായിട്ട് അഗ്രിഗേറ്ററിന് നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു കൊറിയർ വഴി ചെയ്യുന്നതിനേക്കാളും ചിലപ്പോൾ ഇവിടെ കുറച്ചുകൂടെ ഡിസ്പ്യൂട്ട്സുകൾ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഷിപ്പ് റോക്കറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ട് കൊറിയറിന് വരുന്നതിനേക്കാളും കുറച്ചുകൂടെ ഡിസ്പ്യൂട്ട്സ് ഇവിടെ വരും. അപ്പോൾ അത് മേ ബി ആ ഒരു ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇവർ ചിലപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മളടുത്ത് കള്ളം പറഞ്ഞ് ഡിസ്പ്യൂട്ട്സ് എടുക്കുന്നതായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള കേസസ് ഒക്കെ വന്നിട്ടുണ്ട്. ബട്ട് ഡിസ്പ്യൂട്ട്സ് വന്നാലും ഇന്ന് അഗ്രിഗേറ്ററിന് ഇപ്പോഴത്തെ അഗ്രിഗേറ്റേഴ്സ് ഇപ്പോൾ കൊണ്ടുവരുന്ന വേറൊരു ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് പർട്ടിക്കുലർ ആയിട്ടുള്ള SKUs വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ഫ്രീസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഇന്ന SKU ഒരു പ്രോഡക്റ്റ് ഈ അഗ്രിഗേറ്റർ ചെയ്യുമ്പോൾ ആക്ച്വലി നമുക്ക് നമ്മുടെ അവിടെ ആപ്സുമായിട്ട് നമ്മളുടെ കംപ്ലീറ്റ് പ്രോഡക്ട്സ് നമുക്ക് സിങ്ക്രണൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്തുള്ള ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പർട്ടിക്കുലർ SKU നമ്മൾ പറയാണ് ഓക്കെ ഇതിന് ഇന്ന വെയിറ്റ് ആണ്, ഈ ഒരു 500 ഗ്രാമിന് മുകളിൽ അത് പോകാൻ ചാൻസ് ഇല്ല, അപ്പോൾ ഇന്ന വെയിറ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ ആക്ച്വലി നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് അവിടെ വെയിറ്റ് ഫ്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വെയിറ്റ് ഫ്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഈ അഗ്രിഗേറ്റേഴ്സ് തരുന്നുണ്ട്. ഈവൻ അത് ഡയറക്റ്റ് കൊറിയേഴ്സിലും ആ ഒരു ഓപ്ഷൻ ഞാൻ ഡെലിവറി വണ്ണിലാണ് കണ്ടിട്ടുണ്ട്. ബട്ട് ഇതിനകത്തുള്ള വെയിറ്റ് ഫ്രീസിംഗ് ഫെസിലിറ്റിയൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഷിപ്പ് റോക്കറ്റിനകത്തൊക്കെ ഉള്ള വെയിറ്റ് ഫ്രീസിംഗ് ഫെസിലിറ്റിയൊക്കെ നല്ല ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഷിപ്പ് റോക്കറ്റ് മാത്രമല്ല കുറച്ചുകൂടെ നല്ല അഗ്രിഗേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഐ തിങ്ക് ലോജിസ്റ്റിക്സ് ഒക്കെ ബെറ്റർ ആയിട്ടുള്ള അഗ്രിഗേറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബട്ട് അതിന്റെ ഫെസിലിറ്റീസ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഷിപ്പ് റോക്കറ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അഗ്രിഗേറ്റർ ആയിട്ട് നിൽക്കുന്നത്. അവരാണ് ഈ അഗ്രിഗേറ്റർ മോഡൽ തന്നെ ആദ്യമേ കൊണ്ടുവന്ന ഒരു പൈനേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം ഷിപ്പ് റോക്കറ്റൊക്കെ. അപ്പോൾ ഈ ലെവലിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു നെഗറ്റീവ് അഗ്രിഗേറ്റേഴ്സിനകത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് അഗ്രിഗേറ്റേഴ്സിന്റെ വേറൊരു സൈഡ് നമുക്കൊരു പോസിറ്റീവ് ഒന്നുകൂടെ പറയാനുള്ളത് NDR മാനേജ്മെന്റ് ആണ്. ഇപ്പോൾ നമുക്ക് NDR മാനേജ്മെന്റ് നമ്മൾ ഡയറക്റ്റ് കൊറിയർ ചെയ്യുന്നതിനേക്കാളും ഈ അഗ്രിഗേറ്റേഴ്സിനകത്ത് കുറച്ചുകൂടെ NDR മാനേജ്മെന്റ് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ പാനൽ തന്നെയാണ്. പാനൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കാണിക്കും. ഏതൊക്കെ NDRs വന്നിട്ടുണ്ട്, അവിടെ നമുക്കുള്ള ആക്ഷൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണിക്കും. ഇപ്പൊ NDRനെ കുറിച്ചൊക്കെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നോൺ ഡെലിവറി റിപ്പോർട്ടിനെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എന്താണ് RTO സിനാരിയോസ്, അത് എങ്ങനെയൊക്കെ ഒഴിവാക്കാം, NDR എന്ന് പറയുന്ന ആ കംപ്ലീറ്റ് ടൈമിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ അഗ്രിഗേറ്ററിൽ വരുമ്പോൾ ആ NDRs ഒക്കെ മാനേജ് ചെയ്യാനും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ആ പാനലിലൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അത് കാണിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഷിപ്മെന്റ്സിന്റെ ഒരു കാര്യം. നമുക്കൊരു ഇപ്പോൾ ഉള്ള ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഷിപ്മെന്റ്സിന്റെ ഇ-കോമേഴ്സ് ഷിപ്മെന്റ്സിന്റെ ഒരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും. ഇപ്പോൾ ഇതിന് ഏറ്റവും ബെസ്റ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഏതെന്ന് പറയാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. കാരണം ഇതിനെല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു കമ്പൈൻ ചെയ്ത് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ 3 ഓപ്ഷൻസും നമ്മളുടെ ഈ ഒരു ഇ-കോമേഴ്സ് ബിസിനസ് നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇന്ത്യ പോസ്റ്റ് യൂസ് ചെയ്യണം, നമ്മൾ ഇപ്പം ഡയറക്റ്റ് ഒരു കൊറിയറുമായിട്ട് യൂസ് ചെയ്യണം, അഗ്രിഗേറ്റേഴ്സ് യൂസ് ചെയ്യണം. അപ്പോൾ ഇത് 3ആയിട്ടുള്ള കമ്പൈൻ രീതിയിൽ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അപ്പോൾ ഇന്ത്യ പോസ്റ്റ് നമുക്ക് ഇപ്പോൾ ഏറ്റവും ഫാസ്റ്റായിട്ട് അയക്കാനുള്ള പ്രീപെയ്ഡ് ആയിട്ടുള്ള നമ്മളുടെ പ്രീമിയം ഓർഡേഴ്സ് ഒക്കെ വേണമെങ്കിൽ ഇന്ത്യ പോസ്റ്റിലോട്ട് അയക്കാം. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ലോ റേറ്റ്സ് കിട്ടുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് ഇപ്പോൾ ആ കൊറിയർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഡെലിവറി 1 ആണ്, ഡെലിവറി മാത്രമാണ് യൂസ് ചെയ്യണമെങ്കിൽ ഡെലിവറി 1ന്റെ പ്ലാറ്റ്ഫോം എടുത്തിട്ട് ഡെലിവറി ഏറ്റവും സ്പീഡായിട്ട് പോകുന്ന സ്ഥലങ്ങളെല്ലാം ഡെലിവറി യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേറെയും ഇപ്പോൾ നോർത്ത് സൈഡ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ നോർത്ത് സൈഡ്, അല്ലെങ്കിൽ ദൂരം നിങ്ങളുടെ പിക്കപ്പ് ലൊക്കേഷനിൽ നിന്ന് ഒരുപാട് ദൂരമുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ നിങ്ങൾ യൂസ് ചെയ്യുന്ന കൊറിയർ കമ്പനിയുടെ
മീൻസ് അത് അവരുടെ ഡെലിവറി ഭയങ്കര മോശമായിട്ടുള്ള സ്ഥലങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ വേണം നിങ്ങൾക്ക് അഗ്രിഗേറ്റേഴ്സ് വെച്ച് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു കമ്പൈൻഡ് രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഷിപ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് മൂന്ന് കാര്യങ്ങളും 3 കൈൻഡ് ഓഫ് ഷിപ്മെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ ഇവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് നമുക്ക് ബെറ്റർ റേറ്റ്സ് കിട്ടണമെങ്കിൽ നമ്മൾ കൂടുതൽ വോളിയം കൊടുക്കണം. കാരണം ഈ കംപ്ലീറ്റ് ഇ കോമേഴ്സിന്റെ ഈ ഒരു ബിസിനസ് നിൽക്കുന്നത്, ഈ ഷിപ്മെന്റ് ബിസിനസ് നിൽക്കുന്ന വോളിയത്തിലാണ്. നമ്മൾ എത്രത്തോളം വോളിയം കൊടുക്കും അത്രത്തോളം അവർ നമുക്ക് നല്ല റേറ്റ്സ് ഒക്കെ തരും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കമ്പൈൻഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു രീതിയിൽ നമുക്ക് ഷിപ്മെന്റ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അതിന്റെ നെഗറ്റീവ് സൈഡ്സ് ഒക്കെ ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള ഡിസ്പ്യൂട്ട്സ്, പിന്നീട് RTO കേസസ് ഒക്കെ നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ അത് ക്ലിയർ ചെയ്ത് പോകാന്നുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. അത് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് നല്ലതായിട്ട് ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് ബെറ്റർ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും.